കൊല്ലം പോളയത്തോട് ശ്മശാനത്തിന് സമീപം ട്രാക്കിനും റെയിൽവേ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ ശ്മശാനത്തെ മരമാണ് കടപുഴകിയത്. ലൈൻ ഷോർട്ടായി തീ കത്തിയത് പരിഭ്രാന്തി പടർത്തി. ഗേറ്റ് കീപ്പർ വിനീതയുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തമൊഴിവായി. രാത്രി 7:15 സംഭവം. ഈ സമയം കൊല്ലത്തേക്ക് വരികയായിരുന്ന കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ട്രെയിൻ ഗേറ്റ് കീപ്പർ വിനീത നൽകിയ സന്ദേശത്തെ തുടർന്ന് മരം വീണതിന് 200 മീറ്റർ അകലെ നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. വഞ്ചിനാട് ട്രെയിൻ പോയതിന് ശേഷം ഗേറ്റ് അടച്ച് ട്രെയിൻ പോയതിന് ശേഷം തുറന്നിട്ട് അടുത്ത കന്യാകുമാരി പുനലൂർ പാസഞ്ചർ പറഞ്ഞപ്പോൾ ഗേറ്റ് അടയ്ക്കാൻ പോയപ്പോൾ ഒരു ലൈറ്റ് വെട്ടം പോലെ ഡൗൺ ലൈനിൽ കണ്ട് അപ്പോൾ നോക്കിയപ്പോൾ മരം എന്തോ വീണതാണെന്ന് ഉള്ള തോന്നി. അപ്പോൾ എളുപ്പം ഗേറ്റ് അടച്ചിട്ട് വന്ന് എസ് അടുത്ത് സിഗ്നൽ കൊടുത്തിട്ടില്ല. വന്നിട്ട് എളുപ്പം എസ് അടുത്ത് പറഞ്ഞ് മരം വീണെന്ന് തോന്നുന്നു സാർ, മഞ്ഞ ലൈറ്റ് വെട്ടം കാണുന്നത്. അപ്പം അത് തീ കത്തിയായിരുന്നു. ലൈനിലോട്ട് മരം വീണപ്പോൾ തന്നെ തീ കത്തി. എസ് പറഞ്ഞ് ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞപ്പോൾ 2 ലൈനിലോട്ടും മരം വീണിട്ടുണ്ട്. മരം വൈദ്യുതി ലൈനിലേക്ക് വീണതിനെ തുടർന്ന് വലിയ സ്ഫോടനത്തോടുള്ള ശബ്ദവും തീയും ഉയർന്നു. പ്രദേശവാസികൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി. അതൊരു ചെറിയ തീ കണക്ക് പൊരിയ വന്നു. ഇത് നല്ല തീ ആളിക്കത്തി ഒരു സൈഡ് മൊത്തത്തോടെ ഇതായി പോയി. പിന്നെ പയ്യെ അടുത്ത സൈഡിലോട്ട് വന്നത് അത് രണ്ട് പ്രാവശ്യം പൊട്ടിയായിരുന്നു. അങ്ങനെ ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്ന് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. വൈദ്യുതി കമ്പിയിൽ നിന്നും തീ മരത്തിലേക്ക് പടർന്ന് തീ അരമണിക്കൂറോളം കത്തിനിന്നു. ചാറ്റൽ മഴയുണ്ടായതിനാൽ തീ സാവധാനം കെട്ടു. മരം വീണതിനെ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രാക്കിലെ വൈദ്യുതി കമ്പികളും തൂണുകളും തകർന്നു. കൊല്ലത്തേക്കുള്ള ട്രാക്കിലെ വൈദ്യുതി കമ്പികളിലേക്ക് വീണുകിടന്ന മരത്തിന്റെ ശിഖരങ്ങൾ റെയിൽവേയും അഗ്നിരക്ഷാസേനയും ചേർന്ന് മുറിച്ചുമാറ്റി. 2.5 മണിക്കൂറിന് ശേഷം കൊല്ലത്തേക്കുള്ള ട്രാക്കിലൂടെ കന്യാകുമാരി പുനലൂർ പാസഞ്ചർ കടത്തിവിട്ടു. ഗതാഗത തടസ്സത്തെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലം പാസഞ്ചർ പരവൂരും മംഗലൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് കൊല്ലത്തും പിടിച്ചിട്ടു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.